പാനൂർ ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയെന്നും മൊഴി. സ്ഫോടനത്തിൽ പരിക്കേറ്റ വിനീഷിന്റെ നേതൃത്വത്തിൽ ബോംബ് നിർമ്മിച്ചത് കുടിപ്പകയുടെ ഭാഗമെന്നും മൊഴി. വിശദാംശങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു. അമൽ, ആരാണ് ഈ ഒരു മൊഴി നൽകിയിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? പാനൂർ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആദ്യഘട്ടത്തിൽ നടക്കുമ്പോൾ എന്തിനായിരുന്നു ഈ ബോംബ് നിർമ്മാണം നടന്നത്, അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നതിനെ കുറിച്ചൊന്നും വ്യക്തതകൾ ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ നിലവിൽ അതിന്റെ അന്വേഷണം പുരോഗമിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് ബോംബ് നിർമ്മാണം നടത്തിയത് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായിട്ടാണ് എന്നാണ്. സ്ഫോടനത്തിൽ പരിക്കേറ്റ വിനീഷ് നയിച്ച ഒരു ഗ്യാങ്ങും ഒപ്പം തന്നെ ദേവാനന്ദ് നയിച്ച മറ്റൊരു ഗ്യാങ്ങും തമ്മിൽ ഈ സ്ഥലത്ത് വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. കുയിമ്പിൽ ക്ഷേത്ര ഉത്സവ സമയത്ത് നടന്ന അടിപിടിയുടെ ഭാഗമായാണ് ഇവർ തമ്മിൽ ഈ ഒരു കുടിപ്പക നിലനിന്നിരുന്നത്. അപ്പോൾ ഇവരെ തകർക്കുവാൻ വേണ്ടി, ഒരു ഗ്യാങ്ങിനെ തകർക്കുവാൻ വേണ്ടിയാണ് വിനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ പണി പൂർത്തിയാകാത്ത വീടിന്റെ 2ാം നിലയിൽ വെച്ച് ഈ ബോംബ് നിർമ്മാണത്തിലേക്ക് ഏർപ്പെട്ടത് എന്നാണ് പോലീസ് നിലവിൽ സൂചിപ്പിക്കുന്നത്. ദേവാനന്ദിനെതിരെ കാപ്പയ്ക്ക് ശുപാർശ ചെയ്തിരുന്നു. പരിക്കേറ്റ വിനീഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ ഈ ബോംബ് നിർമ്മാണം നടന്നിരുന്നത്. ഈ അമ്പലത്തിൽ വെച്ചുണ്ടായ അടിപിടി തന്നെയാണ് ഇതിന് കാരണമെന്നാണ് പോലീസ് നിലവിൽ സൂചിപ്പിക്കുന്നത്. ഈ ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയ ബന്ധങ്ങൾ ഒന്നും ഇല്ല എന്നും നിലവിൽ പോലീസ് പറയുന്നുണ്ട്. അതേസമയം തന്നെ ഈ ബോംബ് നിർമ്മാണത്തിന് മുഖ്യ സൂത്രധാരനായ ഷിജാലിന് വേണ്ടിയുള്ള അന്വേഷണവും നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2ഓളം പേർ ഇപ്പോഴും ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇതിനു പിന്നിലുണ്ടായിരുന്ന 6 പേരെയാണ് പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം 3ഓളം പേർക്ക് പരിക്കു പറ്റി അവർ ചികിത്സയിലുമാണ്. ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന ഒരു സംഭവമായിരുന്നു. നിലവിൽ ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത് 2 ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായി അതിൽ ഒരു ഗുണ്ടാ സംഘം ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി അമൽ.